ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വടക്കൻ വീരഗാഥ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വടക്കൻ വീരഗാഥ ഇങ്ങനെ ഒരു സ്ക്രീനിൽ കണ്ടപ്പോൾ? അല്ല, ഞാനത് എൻ്റെ എത്രയോ മുന്നേ കണ്ടാണ്. ഇപ്പം ഞാൻ പ്രശ്നത്തെ കണ്ടിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് എന്താ പറയുക, പറയാനില്ല. ഇത് എത്ര കാലം റിപ്പീറ്റ് വായിച്ചുള്ള ഒരു മൂവിയാണ്. എത്ര കഴിഞ്ഞാലും എപ്പിക്, അതിലിപ്പോൾ ഒന്നും പറയാനില്ല. ഭയങ്കര പത്തര മാറ്റുള്ള സ്വർണ്ണത്തോണ്ട് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര വർഷം കഴിയുന്നവരുടെ മൂല്യം വർദ്ധിക്കുന്നത്. അത്രയും നല്ല സംതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ആധുനിക 4K സംവിധാനത്തിൽ വന്നപ്പോൾ വീണ്ടും വീണ്ടും കാണാനുള്ള അത്ര മികച്ചതായിട്ടുണ്ട്. ഒരു പൗരാണിക കഥാപാത്രത്തെ ചതീനെ ചന്തുവിനെ ഏറ്റവും നല്ല ധീരനാക്കി മാറ്റി. ഹരിഹരൻ സാറിനും MT സാറിനും സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു പടം സ്ക്രീനിൽ കണ്ടപ്പോൾ ഇത്രയും ക്വാളിറ്റി? അല്ല, അതിൽ ആരോപൽ ശേഖരുടെ ചെറുപ്പം ചെയ്തത് ഞാനാണ്. അത് 36 വർഷങ്ങൾക്ക് ശേഷം ഈ പടത്തിൽ വീണ്ടും അത് കാണുമ്പോൾ അത് വേറൊരാളായിരുന്ന് കാണാൻ പറ്റുകയെന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം 4K ദൃശ്യ മികവിലെ ഡോൾബി അറ്റ്മോസ് ഇതിനകത്തൊരു ക്ലാസിക് ആണല്ലോ, ടൈംലെസ് ക്ലാസിക് ആണല്ലോ. അപ്പം അത് മേക്കിംഗ് ആയാലും ആക്ടിങ് ആണെങ്കിലും സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും ഒക്കെ ഇത്രയും ഒരു ക്ലാസിക് മൂവി അത് ആ ഒരു ലേറ്റസ്റ്റ് സ്ക്രീനിൽ കാണാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഭാഗ്യമാണ്. അതൊരു ഭയങ്കര വിഷ്വൽ ട്രീറ്റാണ്. എക്സ്ട്രീംലി ഗുഡ്. ഈ അടുത്ത കാലത്തൊന്നും ഇനി ഇങ്ങനത്തെ ഒരു മൂവി വരില്ല. അത്രയും ബെസ്റ്റ് സ്ക്രിപ്റ്റാണ്. ആൻഡ് ദ മൂവി ഈസ് എക്സ്ട്രീംലി ഗുഡ്. അത് മച്ച് മോർ പണ്ടത്തെ ഞാൻ പണ്ടും കണ്ട ആളാണ്. അതിൻ്റെ എത്രയോ 100 times ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം സൗണ്ടും എഫക്റ്റും ഇതെല്ലാം വന്നപ്പോൾ. തിയേറ്ററിൽ മുൻപ് കണ്ടിരുന്നോ? മുമ്പ് കണ്ടതാണ്, പക്ഷേ ഇന്നാണ് ക്ലിയർ കണ്ടത്. ഏറ്റവും നന്നായിട്ടുണ്ട്. അത് സൂപ്പറാണ്. ഭയങ്കര സന്തോഷം തോന്നിയല്ലോ. അതെ, അത് സന്തോഷം താനേ ഉണ്ടാവും. ഒരു സാധാരണ സിനിമ കാണുന്ന മാതിരിയല്ല. പുതിയ തലമുറ എപ്പോഴും കാണുന്നത്. കാരണം ഇതൊരു ടീച്ചിങ് ആയിട്ടുള്ളൊരു പടമാണ്. എത്ര പ്രാവശ്യം കണ്ടാലും മതി വരില്ല. പിന്നെ ഇപ്പോഴിത് കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയി. ഈ സിനിമ ഫോണിലോ TV-യിലോ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇത്രയും നാളും TV-യിൽ അല്ലെങ്കിൽ ഫോണിന്റെ സ്ക്രീനിൽ മാത്രം കണ്ട ഒരു സിനിമ ഇങ്ങനെ ഒരു വലിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കേട്ടിട്ടില്ല, ഞങ്ങൾ ജനിച്ചിട്ടില്ല ആ സമയം അത് റിലീസാവുന്ന സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇത്രയും കേട്ട് ഫാമിലിയിലാണെങ്കിലും ഒക്കെ ഒരുപാട് എപ്പോഴും വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ മൂവി വെച്ചിട്ടാണ് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് അറിയപ്പെടുന്നത്. അപ്പം അത് വെച്ച് കേട്ടിട്ട് പിന്നെ അത് ആക്ച്വലി കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ പോലെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ വന്ന് കാണുന്നത്. അയ്യോ, ശരിക്കും ഭയങ്കര തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത്രയും നല്ല ക്വാളിറ്റി ആൻഡ് സൗണ്ട് ക്വാളിറ്റി വെച്ചിട്ട് ഈ ഒരു ക്ലാസിക് സിനിമ കാണുന്നത്, പിന്നെ ആ ഡയലോഗൊക്കെ സൂപ്പറായിരുന്നു. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ശരിക്കും അമ്മാപ്പൻ്റെ ഈ പടം ഇപ്പം ഇറങ്ങിയ പോലത്തെ ആ എഫക്റ്റിലായിരുന്നു. ഈവൻ ആക്ഷൻസ് ആണെങ്കിലും ഈ സൗണ്ട് എഫക്റ്റ് ഭയങ്കര ഡിഫറൻസ് കൊണ്ടുവരുന്നുണ്ട്. ആ ടൈംലെസ് ക്രിയേഷനാണ് അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഒരു ഫിലിം പിന്നെയും തിയേറ്ററിൽ രണ്ടാമത് കാണാൻ സാധിച്ചു വളരെ സന്തോഷം. കാരണം പഴമ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ പുതിയ രീതിയിൽ 4Kയിൽ അത് വന്നപ്പോൾ എന്താ പറയുക, ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഈ സിനിമ ഇത്രയും കൊല്ലത്തിന് ശേഷം ഇങ്ങനെ ഒരു ജീവനോടെ ഇരിക്കുന്നത് ആ ഒരു എഴുത്തുകാരൻ്റെ ഒരു കഴിവ് കൂടിയായിരിക്കും. എങ്ങനെ ഓർക്കുന്നു അച്ഛൻ്റെ സിനിമ ഇത്രയും വർഷത്തിന് ശേഷം തിയേറ്ററിലെത്തുമ്പോൾ? സന്തോഷം. ഒരു എന്താ പറയുക, വളരെ ഇമോഷണലായൊരു മൊമെൻ്റാണ് നമുക്ക്. എന്നുവെച്ചാൽ അച്ഛൻ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചവരൊന്നും ഇന്നില്ല. അപ്പോൾ അവരൊക്കെ ചെയ്തു വച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ എഫേർട്ടാണിത്. അപ്പോൾ ഒരുപാട് സന്തോഷം, അതേ സമയത്ത് ഒരുപാട് സങ്കടവും. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. വളരെ സംതൃപ്തിയിൽ തന്നെയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനിയും പുതിയ തലമുറ എന്തായാലും വന്ന് കാണണം എന്ന് തന്നെയാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. ക്യാമറമാൻ നിതിൻ ഗോപിക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.